ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററാണ്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 79 ആണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. 3 സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിറ്ററി സെക്ടർ. അതിൽ വിഭാഗത്തിൽ വരുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ക്ലാസിഫിക്കേഷനും ഒക്കെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇവിടെ കാണുന്ന മൈനിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഖനനം, കുഴിച്ചെടുക്കുക. ഫിഷിംഗ് എന്നറിയാലോ, മത്സ്യം പിടിക്കുക. ഹെൽത്ത് സെക്ടർ, ആരോഗ്യരംഗം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വാണിജ്യം, കച്ചവടം. കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണം. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, എന്താണ്? വൈദ്യുതി നിർമ്മിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയം. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പണമിടപാടുകൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഷോൺ ദ എബോവ് പിക്ചേഴ്സ് അണ്ടർ ദ ഫോളോയിങ് 3 കാറ്റഗറീസ്. അപ്പോൾ ഈ 3 കാറ്റഗറീസ് ആയിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ വരും? നമ്മൾ പറഞ്ഞു, കൃഷി എന്തായാലും വരുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അഗ്രികൾച്ചർ എന്ന് എഴുതാം. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. ഓക്കെ, ഫിഷിങ്, അതേപോലെ മൈനിങ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡസ്ട്രീസ് ആണ് കൂടുതൽ നടക്കുന്നത്. ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അതേപോലെ ടെറിറ്ററി സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ബാങ്കിങ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് സെക്ടർ. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. പ്രൈമറി സെക്ടർ, അത് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി ഫ്രം നേച്ചർ. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഇൻവോൾവ്സ് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് പ്രൈമറി സെക്ടർ. അപ്പോൾ അങ്ങനെ നോക്കാൻ വെച്ചാൽ അഗ്രികൾച്ചറും ഫിഷിങ്ങും മൈനിങ്ങുമാണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷനും പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയും സെക്കൻഡറി സെക്ടറിൽ വരും. ടെറിറ്ററി സെക്ടറിന് വേറെ ഒരു പേരുണ്ട്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സർവീസ് സെക്ടർ. അത് എന്താ ഇൻക്ലൂഡ് ചെയ്യുന്ന? ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് സർവീസസ് ടു പീപ്പിൾ. ആളുകൾക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. ആളുകൾക്ക് മാത്രമല്ല, സർവീസസ് ടു പീപ്പിൾ ആൻഡ് ഇൻഡസ്ട്രീസ്. ദാറ്റ് ഇൻക്ലൂഡ് ഹെൽത്ത് സെക്ടർ, ആരോഗ്യരംഗം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വാർത്താവിനിമയം ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, പണമിടപാടുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പേജ് നമ്പർ 79 നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ടെറിറ്ററി സെക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പേജ് നമ്പർ 80 നോക്കാം. ഓക്കെ, അപ്പോൾ അതിനിടയിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് ദ ടെറിറ്ററി സെക്ടർ സപ്പോർട്ട് ദ അതർ 2 സെക്ടേഴ്സ്? എങ്ങനെയാണ് ടെറിറ്ററി സെക്ടർ മറ്റ് 2 സെക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ബാങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ഹെൽപ്പ് ദ അതർ സെക്ടേഴ്സ് ഫങ്ഷനിങ് എഫിഷ്യൻ്റ്ലി. അതെന്താ ചെയ്യുന്നത്? ടെറിറ്ററി സെക്ടറിൽ സർവീസസ് ആണല്ലോ ഉള്ളത്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ. അത് മറ്റ് സെക്ടേഴ്സിനെയും സുഗമമായ നടത്തിപ്പിന് അത് അത്യാവശ്യമാണ്. ഈ ടെറിറ്ററി സെക്ടർ ഇല്ലാതെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും നടക്കൂല. ഓക്കെ, ഹൗ ഡു ഓൾ ദി സെക്ടേഴ്സ് ടുഗദർ ഹെൽപ്പ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി? ഒരു കൺട്രിയുടെ പ്രോഗ്രസ്സിന് എങ്ങനെയാണ് ഈ 3 സെക്ടേഴ്സും പ്രധാന പങ്ക് വഹിക്കുന്നത്? എങ്ങനെയാണ്? All 3 sectors work together, producing goods, processing them, and providing services, which leads to economic progress of a country. അപ്പോൾ ഈ 3 സെക്ടേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനുവേണ്ട സർവീസസ് നടത്തുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നു? എക്കണോമിക് പ്രോഗ്രസ്, സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ടം ഉണ്ടാകുന്നു. ഒരു രാജ്യത്തിന് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുന്നു. ഓക്കെ, വൈ ഈസ് അഗ്രികൾച്ചർ കൺസിഡേർഡ് എ പ്രൈമറി ആക്ടിവിറ്റി? എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ ഒരു പ്രൈമറി സെക്ടറിൽ വരുന്നത്? ബിക്കോസ് ഇറ്റ് ഡയറക്ട്ലി യൂസസ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ടു പ്രൊഡ്യൂസ് ഫുഡ്.
പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ വരാൻ കാരണം അത് എന്താണ്, നാച്ചുറൽ റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോയിൽ, വാട്ടർ, സൺലൈറ്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഹൗ ഡസ് ദ സെക്കൻഡറി സെക്ടർ ഹെൽപ്പ് ദ പ്രൈമറി സെക്ടർ? എങ്ങനെയാണ് സെക്കൻഡറി സെക്ടർ ഈ പ്രൈമറി സെക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് പ്രോസസ് റോ മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രൈമറി സെക്ടർ ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. അപ്പോൾ നമുക്ക് പ്രൈമറി സെക്ടറിൽ റോ മെറ്റീരിയൽ ആണ് കിട്ടുന്നത്. അത് പ്രൈമറി സെക്ടറിൽ നിന്ന് യൂസ്ഫുൾ ഗുഡ്സ് ആക്കി മാറ്റുന്നത് സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. പേജ് നമ്പർ 90, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളുടെ വളർച്ച. ഓട്ടോ ബയോഗ്രഫി, ഒരു ആത്മകഥയാണ് ഇവിടെ നമുക്ക് ആദ്യം വായിക്കാനുള്ളത്. ആരുടെ ആത്മകഥ ആയിരിക്കും? ഇവിടെ എഴുതിയിട്ടുണ്ട്, റബ്ബർ ഫുട്വെയർ. ഓക്കെ, ഒരു ചെരുപ്പിന്റെ ആത്മകഥയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. From a hillside, rubber tree soaked the rain, crowned with snow and warmed by sunlight. It was latex that I took my first home. മഴ നനഞ്ഞ് മഞ്ഞിലൊക്കെ മൂടി മലഞ്ചെരുവിൽ നിന്ന് റബ്ബർ മരത്തിലെ പാലായിട്ടാണ്, ലാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടു വന്നത്. ഐ വാസ് കളക്റ്റഡ് മിക്സഡ് വിത്ത് ആസിഡ് ആൻഡ് ഷേപ്ഡ് ഇൻ ടു ഷീറ്റ്സ്. എന്നെ കളക്ട് ചെയ്തു, അതിൽ ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. ഓക്കെ, ദ ഡ്രൈഡ് ഷീറ്റ്സ് വാർ തിക്കൻഡ് ത്രൂ ദ പ്രോസസ് ഓഫ് വൾക്കനൈസേഷൻ. എന്നിട്ട് ഈ ഉണക്കിയെടുത്ത ഷീറ്റിനെ വൾക്കനൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ കട്ടിയുള്ളതായിട്ട് തിക്കുള്ളതാക്കി മാറ്റി. ഐ ബിക്കം സ്ട്രോങ്ങർ വെൻ ഐ വാസ് പ്രസ്ഡ് ബൈ ദ ഹെവി മോൾഡ് ഓഫ് ഫുട്വെയർ. പിന്നെ ഞാൻ എന്താക്കി, എന്നെ ചെരുപ്പിന്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തി പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ സ്ട്രോങ് ആയി മാറി. In the workshop, with the sound of hammers and the scent of leather and rubber, I got transformed to footwear. അപ്പോൾ അങ്ങനെ ഫാക്ടറിയിൽ വെച്ച് റബ്ബർ ഷീറ്റിൻ്റെയും സ്മെല്ലുള്ള ചെരുപ്പ് രൂപത്തിൽ, അതായത് ചുറ്റിക അടിച്ച് അങ്ങനെ റബ്ബർ ഷീറ്റിൻ്റെ ഒക്കെ മണത്തിലാൽ ഞാനൊരു ചെരുപ്പ് രൂപത്തിലായി. ഓക്കെ, in the workshop, with the sound of hammers and the scent of leather, the rubber, I got transformed into footwear. അപ്പോൾ ഹാമേഴ്സും അതേപോലെ തന്നെ മണവും, ലെതറിൻ്റെ മണവും റബ്ബറിൻ്റെ മണവും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ എന്നെ ഈ ഫുട്വെയർ രൂപത്തിലായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. ഐ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ടേക്കൺ ടു ദ മാർക്കറ്റ്. എന്നെ നല്ല മോടിയൊക്കെ വരുത്തി അങ്ങനെ മാർക്കറ്റിലേക്ക് കയറ്റി വിട്ടു. ഇറ്റ് വാസ് അറ്റ് ദ മാർക്കറ്റ് ദാറ്റ് ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ഹ്യൂമൻസ്. അവിടെ ഞാൻ മനുഷ്യരൊക്കെ ആയിട്ട് ചങ്ങാത്തത്തിലായി. ഐ ബിക്കെയിം എ പാർട്ട് ഓഫ് സെവറൽ പീപ്പിൾസ് ലൈഫ് ജേർണീസ്. ഒരുപാട് ആൾക്കാരുടെ ജീവിതയാത്രയിൽ ഞാനൊരു ഭാഗമായി. ഓൺ ബസ്റ്റലിംഗ് സിറ്റി ട്രീസ്, ഇൻ ക്വയറ്റ് വില്ലേജസ്, അലോങ് മൗണ്ടൻ പാത്സ് ആൻഡ് ഇൻസൈഡ് വർക്ക് പ്ലേസസ് ഐ ട്രാവൽ ടു ക്യാരി മൈ ഓണേഴ്സ് ഫീറ്റ്. അപ്പോൾ പല സ്ഥലങ്ങളിലും തിരക്കേറിയ സ്ട്രീറ്റിൽ, അതേപോലെ ശാന്തമായിട്ടുള്ള വില്ലേജിൽ, പിന്നെ മലഞ്ചെരുകളിൽ, മൗണ്ടൻ പാത്സിൽ, അതേപോലെ വർക്ക് പ്ലേസസിൽ ഒക്കെ എൻ്റെ ഓണർ എന്നെയും കൊണ്ടുപോയി. ഇതൊരു റബ്ബർ ചെരുപ്പിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. Okay, I was born from a rubber tree on a rainy hillside. The white liquid latex was taken from the tree and carried to a factory. There it was mixed with acid and made into rubber sheet. The sheets were heated, pressed in the molds to make me strong. Then I was shaped into a pair of footwear. Workers added straps and polished me nicely. I was packed and sent to a shop. One day someone bought me and started wearing me. I traveled with my owner every day to school, to the market, on muddy roads. From the lattice of a tree, I became a rubber footwear loved by owner. ഒരു ട്രീയുടെ റബ്ബർ പാലിൽ നിന്ന് ഞാനൊരു നല്ല അടിപൊളിയായിട്ടുള്ള ചെരുപ്പായി മാറി. അതിൻ്റെ ഒരു ആത്മകഥയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേറെ എന്തിൻ്റെങ്കിലും ഹാവിങ് യു റീഡ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് റബ്ബർ ഫുട്വെയറിൻ്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ വായിച്ചില്ല. സിമിലർലി പ്രിപ്പയർ ആൻ ഓട്ടോബയോഗ്രഫി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൊഡക്ഷൻ സ്റ്റേജസ് ഓഫ് എനി അതർ പ്രോഡക്റ്റ് യു യൂസ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ ഒരു ഇങ്ങനെ ഓട്ടോബയോഗ്രഫി നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തിൻ്റേത്, കോട്ടൺ ഷർട്ടിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാം. ഐ വാസ് വൺ സോഫ്റ്റ് വൈറ്റ് കോട്ടൺ ഗ്രോയിങ് ഇൻ എ സണ്ണി ഫീൽഡ്. ഞാനൊരു വൈറ്റ് സോഫ്റ്റ് കോട്ടൺ ആയിരുന്നു.
ഫാമേഴ്സ് പിക്ക്ഡ് മീ ആൻഡ് പാക്ക്ഡ് മീ ടു ബാഗ്സ്. അത് കൃഷിക്കാരൻ എന്നെ പിക്ക് ചെയ്തു, എന്നിട്ട് ബാഗിലാക്കി പാക്ക് ചെയ്തു. ഐ വാസ് ടേക്കൻ ടു എ ഫാക്ടറി വെർ മെഷീൻസ് ക്ലീൻഡ് ആൻഡ് സ്പൺ മീ ടു ദ ത്രെഡ്. അവിടെ എന്നെ ഫാക്ടറി കൊണ്ടുപോയിട്ട് മെഷീൻ എന്നെ ക്ലീൻ ചെയ്തു, എന്നിട്ട് നൂല് പരുവത്തിലാക്കി. ദ ത്രെഡ് വാസ് വുവൺ ഇൻ ടു ക്ലോത്ത്. ദെൻ ഐ വാസ് ഡൈഡ് ബ്രൈറ്റ് ബ്ലൂ ആൻഡ് കട്ട് ഇറ്റ് ടു പീസ്. പിന്നെ എന്നെ ഡൈ ചെയ്തു, നിറം മാറ്റി, എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തു. ടൈലർ സ്റ്റിച്ച്ഡ് മീ ഇൻ ടു എ ഷർട്ട്. എന്നെ ഒരു ഷർട്ടിൻ്റെ രൂപത്തിലാക്കി. ഐ വാസ് അയേൺഡ്. എന്നെ ഇസ്തിരി ഇട്ടും, ഫോൾഡഡ് മടക്കി വെച്ചു, എൻ്റെ സെൻറ്റ് ടു എ ഷോപ്പ്. എന്നിട്ട് ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. വൺ ഡേ ബോയ് ബോട്ട് മീ ആൻഡ് വോർ മീ പ്രൗഡ്ലി. ഒരു ആൺകുട്ടി ഒരു ദിവസം എന്നെ വാങ്ങി പ്രൗഡ്ലി എന്നെ വെയർ ചെയ്തു. നൗ ഐ ട്രാവൽ വിത്ത് ഹിം ടു സ്കൂൾ. ഇന്ന് ഞാൻ അവനോടൊപ്പം സ്കൂളിൽ പോകുന്നു. ടു ദ പാർക്ക് ആൻഡ് ടു മെനി പ്ലേസസ്. അങ്ങനെ അവൻ പോകുന്നിടമെല്ലാം ഞാൻ പോകുന്നു. ഫ്രം എ കോട്ടൺ പ്ലാന്റ് ഇൻ ദ ഫീൽഡ് ഹൈ ബിക്കെയിം എ ഷർട്ട് ലവ്ഡ് ബൈ മൈ ഓണം. അങ്ങനെ ഒരു കോട്ടൺ ചെടിയിൽ നിന്ന്, ഒരു വയലിലെ കോട്ടൺ ചെടിയിൽ നിന്ന് ഞാൻ എൻ്റെ ഓണറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായി മാറി എന്നാണ് കോട്ടൺ ഷർട്ട് ആത്മകഥ പറയുന്നത്. ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ഏർലി ഡേയ്സ് ഇറ്റ് വാസ് ഫുഡ് ക്രോപ്സ് ദാറ്റ് വർ മോസ്റ്റ്ലി കൾട്ടിവേറ്റഡ്. അപ്പോൾ ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത്, കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഗ്രാജുവലി റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബിഗൻ ടു ബി കൾട്ടിവേറ്റഡ്. കാലക്രമേണ വ്യവസായത്തിന്, ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും കൃഷി ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള നെല്ല്, ചോളം, ഗോതമ്പ് ഇതായിരുന്നു പിന്നെ കൃഷി ചെയ്തത്. പിന്നെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് ലെഡ് ടു ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ് സച്ച് ആസ് കോട്ടൺ ആൻഡ് ജൂട്ട്. അങ്ങനെയാണ് കോട്ടണും ജൂട്ടൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പരുത്തി, ചണം തുടങ്ങിയൊക്കെ കൃഷി ചെയ്യാൻ എന്താണ്, അത് വ്യാവസായിക ആവശ്യത്തിനാണ്. അതായത് തുണി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആണ് ഈ കോട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡ് മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൃഷി ചെയ്യാൻ തുടങ്ങി. The industrial sector developed by using natural resources and raw materials obtained from agriculture. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സും അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചർ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത റോ മെറ്റീരിയലും ഉപയോഗിച്ച് വ്യാവസായിക മേഖല അങ്ങനെ വളർന്നു. അപ്പം ബാമ്പു എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്. അതിനെ പിന്നെ അതിൽ നിന്നാണ് പേപ്പർ റോൾ ആകുന്നു, പിന്നെ അത് നോട്ട്ബുക്കായി മാറുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്താണ്, റബ്ബർ പാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ലാറ്റക്സ് റബ്ബർ ഷീറ്റ് ആക്കുന്നു, അങ്ങനെ ടയർ ഉണ്ടാക്കുന്നു, പിന്നെ ചെരുപ്പ് ഉണ്ടാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു. Observe the pictures. It can be realized from the pictures that the agriculture sector and industry sector are interconnected. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്ന സംഭവമാണ് ഈ ലാറ്റിക്സ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് നോക്കൂ, ടയറാണ്. ഇത് എന്താണ്, ഇത് ഇൻഡസ്ട്രിയൽ ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ദ ടെറിറ്ററി സെക്ടർ പ്രൊവൈഡ്സ് ദ സർവീസസ് റിക്വയർഡ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഈ ടെറിറ്ററി സെക്ടറാണ് ഈ രണ്ട് സെക്ടറിനും, അതായത് പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും ആവശ്യമായിട്ടുള്ള സർവീസസ് ഒക്കെ നൽകുന്നത് ആരാണ്, നമ്മുടെ ടെറിറ്ററി സെക്ടറാണ്. ആൻഡ് ഓൾ ദീസ് 3 സെക്ടേഴ്സ് ആർ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ 3 സെക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പ്രൊഡക്ഷൻ ബിക്കംസ് പോസിബിൾ ആസ് എ റിസൾട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ 3 സെക്ടേഴ്സ്. അപ്പോൾ ഈ 3 സെക്ടേഴ്സിലും ഉണ്ടാകുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, what are the 3 main sectors of economic activities? The 3 main sectors are agriculture sector, industrial sector and territory sector. How are 3 sectors are interconnected? ഇവർ എങ്ങനെയാണ് ഇന്റർകണക്ട് ചെയ്യുന്നത്? The agriculture sector provides raw material, the industrial sector makes products, and the service sector helps in transportation and marketing. ഇനി മൂന്നാമത്തെ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് is the process of making goods and services needed for people. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സും.
പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് നീഡഡ് ഫോർ പീപ്പിൾ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ സർവീസസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ ഓഫ് സെവറൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ഒരുപാട് ഫാക്ടേഴ്സിന്റെ ഒരു റിസൾട്ടാണ്. ദ വേരിയസ് എലമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ 4 ഫാക്ടേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദാറ്റ് ആർ ലാൻഡ്, പിന്നെന്താണ് ലാൻഡ്, അതേപോലെ ലേബർ, ഇതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ക്യാപിറ്റൽ, പിന്നെ ലാസ്റ്റ് വൺ ഓർഗനൈസേഷൻ. ഇത് 4 ഉണ്ടെങ്കിലേ നമുക്ക് പ്രൊഡക്ഷൻ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗൂഡ്സ് ആൻഡ് സർവീസസ് നീഡഡ് ഫോർ പീപ്പിൾ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി എന്താണ് ലാൻഡ് എന്നതിൽ പെടുന്നത്? നമുക്ക് നോക്കാം. വാട്ടർ, hair, sunlight, soil, mined minerals and so on referred to as land in production process. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഓരോന്നിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ ആണ് ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സ്, അതായത് വാട്ടർ, വെള്ളം, എയർ, വായു, സൺലൈറ്റ്, മണ്ണ്, പിന്നെ മിനറൽസ്, ഇവയൊക്കെയാണ് നമ്മൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ലാൻഡ് എന്ന് പറയാം. ലാൻഡ് എന്ന് പറയുന്ന വെറും നമ്മൾ കാണുന്ന സോയിൽ മാത്രമല്ല, നമുക്ക് ഇതൊക്കെ ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എന്തൊക്കെയാണ്? നമുക്ക് വാട്ടർ ഉൾപ്പെടുത്താം, കോള്, റോക്ക്, സോയിൽ, ഫോറസ്റ്റ് റിസോഴ്സസ്, വിൻഡ് മില്ല്, ഇതൊക്കെ നമുക്ക് ഭൂമി, ലാൻഡ് എന്നതിൽ പെടുത്താം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വെക്കുക. ലാൻഡ് എന്നുള്ളതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. വാട്ടർ, എയർ, കോള് ഒക്കെ നമുക്ക് ഭൂമി എന്ന്, ലാൻഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ലേബർ. ലേബർ എന്ന് പറയുമ്പോൾ ദ യൂസ് ഓഫ് മാൻ പവർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ലേബർ. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്ത് വേണം? അധ്വാനം വേണം. ആളുകൾ അധ്വാനിക്കണം, തൊഴിലാളികൾ, വർക്കേഴ്സ് വർക്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. വർക്കേഴ്സ് ബിക്കെയിം എ പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് യൂസിങ് ദെയർ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കപ്പാബിലിറ്റീസ്. അപ്പം നമുക്ക് ഫിസിക്കലായിട്ടുള്ളതും അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടും, നമ്മൾ ഫിസിക്കൽ മാത്രമായിട്ട് അധ്വാനിച്ച കാര്യമില്ലല്ലോ, നമുക്ക് ഫിസിക്കലായിട്ടും അതേപോലെ ഇൻ്റലക്ച്വലായിട്ടും ബുദ്ധിപരമായിട്ടും അവരുടെ കഴിവ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവർ ഭാഗമാക്കുന്നു. ദോസ് ഹു ഗെറ്റ് റിവാർഡഡ് ഫോർ ദെയർ വർക്ക് ആർ കൺസിഡേർഡ് ആസ് ലേബേഴ്സ്. അപ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടല്ലേ, ജോലി ചെയ്ത എന്ത് കിട്ടും? ശമ്പളം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വേജസ് കിട്ടുന്ന എല്ലാവരെയും നമുക്ക് ലേബേഴ്സായിട്ട് നമുക്ക് പരിഗണിക്കാം. ഹാവിൻ യു മെറ്റ് പീപ്പിൾ ഇൻ വാരിയസ് എംപ്ലോയ്മെൻറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പോൾ നിങ്ങളുടെ പരിസരത്തെ വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാനാണ്. യെസ്, ഐ ഹാവ് മെറ്റ് പീപ്പിൾ ഇൻ വാരിയസ് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ മൈ ലൊക്കാലിറ്റി such as farmers, teachers, drivers, shopkeepers and construction workers. They work regularly to earn living and use their physical and mental effort in their jobs. അതിനെ ഒരുപാട് ടൈപ്പ് ആൾക്കാരെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ടല്ലേ. ഫാമേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? വർക്ക് റെഗുലർലി ടു ഏൺ ലിവിങ്. അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് യൂസ് ദെയർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് ഇൻ ദെയർ ജോബ്. ഇപ്പോൾ ഫിസിക്കലായിട്ടും അതേപോലെ തന്നെ മെൻ്റൽ എഫേർട്ടും അവർ അവരുടെ ജോലിയിൽ ഇടുന്നുണ്ട്. ദേ റിസീവ് വേജസ് ഓർ സാലറീസ് ഫോർ ദെയർ വർക്ക് ആൻഡ് ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് പ്രൊവൈഡിങ് സർവീസസ്. അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? വേജസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സാലറീസ് കിട്ടുന്നുണ്ട്. അവരുടെ വർക്കിന് അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഗുഡ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അവർ ഹെൽപ്പ് ചെയ്യാനും. ദെയർ വർക്ക് സപ്പോർട്ട്സ് ദെയർ ഫാമിലീസ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ സൊസൈറ്റി. ഇത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മളിവിടെ ചോദിച്ച ഐഡൻറ്റിഫൈ അതർ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ അഡീഷൻ ടു ദോസ് ഷോൺ ഇൻ ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ്സ് ദ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ കുറേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ എന്തൊക്കെയാണെന്ന്
Some natural resources used in the production process are പെട്രോളിയം ഉപയോഗിക്കാം, അതേപോലെ തന്നെ മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്, കോൾ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ, ഫോറസ്റ്റ്, സോയിൽ, വിൻഡ് ആൻഡ് സൺലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ലാൻഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂസ് ഓഫ് മാൻ പവർ ഓർ വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ലേബർ. നമ്മൾ ലാൻഡും പഠിച്ചു, ലേബറും പഠിച്ചു. ഹു കോൾ ലേബറേഴ്സ്? ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദോസ് ഹു യൂസ് their physical and mental abilities in work and receive wages for it are called laborers. അപ്പോൾ those who use their physical, mental abilities and they receive wages, that is called laborers. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബേഴ്സ്? എന്തൊക്കെ നമുക്ക് ഈ ലേബേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയാം? ലേബർ ഇൻവോൾവ്സ് ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്. It may be physical or mental. Laborers receive payment or wages for their work. Labor is an essential part of production. Okay. ഇനി നമുക്ക് അടുത്തത് ക്യാപിറ്റലിനെ കുറിച്ച് പറയാനാണ്. നമ്മൾ രണ്ടെണ്ണാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലാൻഡും ലേബറും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും മൂലധനം. അതായത് പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എനി പ്രോഡക്റ്റ് റിക്വയർസ് ക്യാപിറ്റൽ. നമുക്ക് പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല അല്ലേ? നമുക്കൊരു പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്തൊരു ഗുഡ്സ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികവും ഉണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നമുക്ക് സാമ്പത്തികവും വേണം, അതേപോലെ റിസോഴ്സസും വേണം. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെൽത്ത് ആൻഡ് സോഴ്സസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ് എന്ന് പറയുന്നത് നമുക്കൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മളിപ്പോൾ എക്സാമ്പിൾ ചെരുപ്പ് തന്നെ എടുക്കുക. ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് വേണം? ഫാക്ടറീസ് വേണം, അതിനൊരു ബിൽഡിങ് വേണം, അതിന് മെഷീനറി വേണം, അതിന് റോ മെറ്റീരിയൽ വേണം, അതിന് വെഹിക്കിൾസ് വേണം, കമ്പ്യൂട്ടേഴ്സ് വേണം, വേജസ് ഫോർ വർക്കേഴ്സ് വേണം. വർക്കേഴ്സിന് കൊടുക്കാൻ എന്ത് വേണം? പൈസ വേണം, വേജസ് വേണം. അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വെറും പൈസ മാത്രമല്ല, അതിന് ഫാക്ടറീസ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റലിൽ പെടും. അപ്പോൾ ഫോംസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടേക്സ് മെനി ഫോംസ് സച്ച് ആസ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മണി, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ സ്കില്ലും നോളജും ആണ്. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചർ. നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ്, എൻവയോൺമെന്റ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ വെറും പൈസ മാത്രമല്ല, പല രൂപത്തിലുണ്ട് ക്യാപിറ്റൽ. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഫാക്ടറീസ്, ബിൽഡിംഗ്, മെഷീനറീസ്, റോ മെറ്റീരിയൽ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ ആണ്. 4 ഫാക്ടേഴ്സിലെ ഫോർത്ത് വൺ ആണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഈസ് ദ കോർഡിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് എസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമുക്ക് ലാൻഡ് കിട്ടി, ലേബർ കിട്ടി, ക്യാപിറ്റലും ഉണ്ട്. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഇതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ? അത് ചെയ്യ്, ഇന്നാൾ ഇത് ചെയ്യ്, ഇത്ര പ്രൊഡക്ഷൻ ഇന്ന് വേണം, ഈ സാധനം അവിടത്തേക്ക് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മ വേണം, ഒരു ഓർഗനൈസേഷൻ വേണം, ഒരു കൂട്ടി യോജിപ്പിക്കൽ വേണം അല്ലേ? അപ്പോൾ ദോസ് ഹു വർക്ക് ഫോർ ദിസ് ആർ നോൺ ആസ് ഓർഗനൈസേഴ്സ് ഓർ എന്റർപ്രണേഴ്സ്. അപ്പോൾ ഈ കാര്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണേഴ്സ് എന്നൊക്കെ കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ കൂടുതലായി കേൾക്കുന്നതാണ് എന്റർപ്രണർ ആണ് എന്ന്, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഫോമിങ് എ ന്യൂ ബിസിനസ് ഐഡിയ, റൈസിങ് ദ നെസസറി ക്യാപിറ്റൽ ആൻഡ് ഇംപ്ലിമെന്റിങ് ദാറ്റ് ഐഡിയ ആർ ദ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് ന്യൂ ബിസിനസ് ഐഡിയ ഉണ്ടാക്കി അതിന് വേണ്ട ക്യാപിറ്റൽ റേസ് ചെയ്തു, ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നമ്മൾ ലേബേഴ്സ് വരെയാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് ഉദാഹരണം ഏതാണ്? എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ ആർ ഫാക്ടറീസ്, ബിൽഡിംഗ്, മെഷീൻ, വെഹിക്കിൾസ്, റോ മെറ്റീരിയൽസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മണി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ? അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആ ബോക്സിലുള്ളതാണ്. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ, മണി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ, സ്കിൽ, നോളേജ് ആൻഡ് എക്സ്പീരിയൻസ്. Physical capital, machines, tools and buildings. Natural capital, resources from nature like nature like air, water and minerals.
അടുത്ത ലാസ്റ്റ് വൺ ആണ് വാട്ട് ഈസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഈസ് ദ കോർഡിനേഷൻ ഓഫ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് ആൻഡ് ടു മാനേജ് പ്രൊഡക്ഷൻ. Who are organizers or entrepreneurs? Those who plan new business ideas, raise capital and manage production are called organizers or entrepreneurs. How does production takes place? Production takes place when land, labor, capital and organization work together. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഒന്നിച്ച് നടക്കുമ്പോഴാണ്. പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ലാൻഡ്, ക്യാപിറ്റൽ, labor and organization work together. What are the four factors of production? The four factors of production are land, labor, capital and organization. What is the importance of factors of production? എന്താണ് factors of production important? All the factors of production are essential for making goods and services that people need. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ് നീഡ് ആയിട്ടുള്ള ആവശ്യമുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ 4 ഫാക്ടേഴ്സും ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ക്യാപിറ്റലും ഓർഗനൈസേഷനും പഠിച്ചു. അപ്പം പേജ് നമ്പർ നമ്മൾ 81-ലെത്തി. ഇനി നമുക്ക് പേജ് നമ്പർ 82 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പേജ് നമ്പർ 83 ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഇപ്പം ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. ഓക്കെ, ലാൻഡ്. ഇപ്പം ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ലാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് വേണം, അല്ലെങ്കിൽ ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. ലേബറിന് നമ്മൾ എന്ത് റിവാർഡ് കൊടുക്കണം? വേജസ് കൊടുക്കണം. ക്യാപിറ്റൽ, അപ്പം നമ്മൾ ഒരാളുടെ അടുത്തുനിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കൊണ്ട് കുറച്ച് പൈസ വാങ്ങി, അപ്പം നമ്മൾ അയാൾക്ക് മാസം തോറും എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓർഗനൈസേഷൻ്റെ റിവാർഡ് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇത് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് ക്വസ്റ്റ്യനിൽ എന്തായാലും ചോദിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ലാൻഡ്, റെൻറ്റ്, ലേബർ, വേജസ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ, പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു വർക്ക്ഷീറ്റ് ഫില്ല് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇത് നിങ്ങൾക്ക് ഉഷാറായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും, കാരണം അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, യൂസ് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ലേബർ. അതാരാണ്? ലേബററാണ്. ഓക്കെ, ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ക്യാപിറ്റൽ കിട്ടുന്ന റിവാർഡ് ഏതാണ്? നമ്മൾ അവിടെ പറഞ്ഞു ഇൻട്രസ്റ്റ് അല്ലേ. The factors of production that provides the necessary physical infrastructure for production, that is capital. A person who takes the leadership in implementing new business idea, ആരാണ്? entrepreneur അല്ലെങ്കിൽ organizer. In the production process, the factors in which rent is rewarded, കിട്ടുന്നതായിരിക്കാണ് ലാൻഡിനാണ്. ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റ്. ഇനി നെക്സ്റ്റ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്, ഇനി കൺസ്യൂമറിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ കുട്ടി എന്താണ് പറഞ്ഞത്? ഐ നീഡ് സം തിങ്സ്, ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയിൽ ആൻഡ് സ്കെച്ച് പെൻ. എനിക്ക് കുറച്ച് സാധനം വേണം, ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയിൽ, സ്കെച്ച് പെൻ ഒക്കെ ഇത് വേണമെന്ന് പറയാണ്. ഡോണ്ട് മൈ ആൻഡ് യൂസ് തിങ്സ് ലൈക്ക് ദിസ്. നിങ്ങളും ഇതുപോലത്തെ സാധനങ്ങൾ ദിവസം വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? We use goods and services to fulfill needs like food, shelter, cloth, health, education and entertainment. അപ്പം നമ്മൾ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ലേ? ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങളും അതേപോലെ തന്നെ സേവനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സേവനം മീൻസ് നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾ ടീച്ചറുടെ സേവനം വാങ്ങുകയാണ്. അതേപോലെ നിങ്ങൾക്ക് എഴുതാൻ ബുക്ക് വേണം, പെന്ന് വേണം, പെൻസിൽ വേണം, പിന്നെ യൂണിഫോം വേണം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണം, സ്കൂളിലേക്ക് പോകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. ഓക്കെ, കൺസംഷൻ ഈസ് ദ ആക്ട് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. അപ്പോൾ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പം ബൈ ചെയ്യുക, ആക്ട് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് ആൻഡ് യൂസസ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ പ്രൈസ് ഓർ നോൺ അഗ്രിമെന്റ് ടു പേ.
ഇനി അത് വില കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുക്കാമെന്ന് പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന ഈ സാധനങ്ങളെയും സേവനത്തെയും ഉപയോഗപ്പെടുത്തുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ്, നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ്. ഓക്കെ. ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, നോക്കാം. എ കസ്റ്റമർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ഇൻ അവർ പ്രമിസസ്. അപ്പം നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറാണ്. ഹി ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ അസ്. അയാൾ നമ്മളെ ആശ്രയിക്കൂല. വി ആർ ഡിപ്പെൻഡ് ഓൺ ഹിം. നമ്മൾ അവരെയാണ് ആശ്രയിക്കുന്നത്. ഈസ് നോട്ട് ആൻ ഇൻട്രപ്ഷൻ ഇൻ അവർ വർക്ക്. നമ്മുടെ ജോലിക്ക് അദ്ദേഹം ഒരു തടസ്സമല്ല. ഈസ് ദ പർപ്പസ് ഓഫ് ഇറ്റ്. ഹി ഈസ് നോട്ട് ആൻ ഔട്ട്സൈഡർ ഇൻ അവർ ബിസിനസ്. ഒരു ബിസിനസ്സിൽ അയാൾ ഒരിക്കലും ഔട്ട്സൈഡർ അല്ല. കാരണം അയാൾ വന്ന് വാങ്ങിയാലേ ഈ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. വി ആർ നോട്ട് ഡൂയിങ് ഹിം a favor by serving him. He is doing us a favor by giving an opportunity to do so. ഇപ്പോൾ ഒരു കൺസ്യൂമർ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ എന്തെങ്കിലും ഔദാര്യം ചെയ്തു കൊടുക്കല്ല, മറിച്ച് അയാൾ നമ്മൾ സേവിക്കണം. നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കും, നമുക്ക് സ്റ്റേഷനറി ആണെന്നുള്ള വിചാരിക്കാം. അപ്പോൾ ഒരു കൺസ്യൂമർ, ഒരു കുട്ടി വന്നിട്ട് നമ്മളെ അടുത്ത് നിന്ന് പെന്നോ പെൻസിലോ മിഠായിയോ വാങ്ങുമ്പോഴല്ലേ നമ്മുടെ സാധനങ്ങൾ വിറ്റ് പോകുകയുള്ളൂ. അപ്പോൾ അവർ നമുക്കൊരു സർവീസാണ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കച്ചവടം നടക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യു ഹാവ് യൂസ്ഡ് ഇൻ യുവർ ഹോം ഇൻ ദ പാസ്റ്റ് വീക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളും സേവനങ്ങളും. ഓക്കെ. ഇപ്പോൾ സാധനം എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ക്ലോത്ത്സ്, മിൽക്ക്, വെജിറ്റബിൾ. സർവീസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, മൊബൈൽ റീചാർജ്, ട്രാൻസ്പോർട്ട്, ഇൻ്റർനെറ്റ്, മെഡിക്കൽ സർവീസ്. ഇതൊക്കെ സർവീസസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുന്നതാണ്. ഇനി അടുത്ത, ഹാവിങ് യു റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ ഫ്രം ഗാന്ധിജീസ് വേർഡ്സ്. അപ്പോൾ ഗാന്ധിജിയുടെ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായാലോ ഒരു കൺസ്യൂമറുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എത്രയാണ്. ആസ് എ കൺസ്യൂമർ ഡു വി റിസീവ് ദിസ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസിഡറേഷൻ ഫ്രം സ്റ്റോഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ വി യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡിസ്കസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും പരിഗണനയൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ? ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഒക്കെ ഗാന്ധിജി പറഞ്ഞ പോലെയുള്ള ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ കൺസിഡറേഷനും നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കുക. അഡൾട്രേഷൻ ഇൻ കറി പൗഡർ പ്രോഡക്ട്സ് ഓഫ് ലീഡിങ് കമ്പനീസ് സീസ്ഡ്. കറി പൗഡറിൽ മായം ചേർത്തിട്ട് പ്രമുഖ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ റദ്ദാക്കി. മെഷർമെൻറ്റ് ഫ്രോഡ് 90 lakhs ഇമ്പോസ്ഡ് ആസ് എ ഫൈൻ ഇൻ 1 month. അളവ് തൂക്കത്തിൽ തട്ടിപ്പിന് ഒരു മാസത്തിനിടെ 90 ലക്ഷം പിഴയിട്ടു. Poor hygiene and high adulteration over 100 hotels shut down. വൃത്തികുറവും മായം ചേർത്തതും കാരണം ഹോട്ടലുകൾ പൂട്ടി. 400 kilogram of stale fish seized and destroyed. 400 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്. ഇതൊക്കെ ഓരോ സമയത്ത് നമ്മൾ കേൾക്കുന്ന ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഹാവ് യു നോട്ടീസ്ഡ് സച്ച് ഇൻസിഡൻസ്? ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ നമുക്ക് as consumer what all rights do all we have buying goods and using services. അപ്പോൾ നമ്മൾ ആസ് എ കൺസ്യൂമർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവകാശങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണം, നമുക്ക് നല്ല ക്രെഡിബിലിറ്റി വേണം, അത് ആഫ്റ്റർ സെയിൽസ് സർവീസ് നമുക്ക് വേണം, അളവിലും തൂക്കത്തിലും ആക്യുറസി ഇൻ മെഷർമെൻറ്റ് ആൻഡ് വെയിങ്, ഇതൊക്കെ നമുക്ക് വേണം. ഓക്കെ. Complete the worksheet. Legally stamped maximum retail price of the products is checked before purchasing. അപ്പോൾ നമ്മൾ ഒരു കാര്യം വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങിച്ചാലും അതിൻ്റെ ബാക്കിൽ MRP ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. When purchasing food items, it is ensured that the expiry date is not over. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. The product had the quality claimed in the advertisement. അഡ്വർടൈസ്മെൻറ്റിൽ ക്ലെയിം, നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലെയിം ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ടൈംലി ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് അവൈലബിൾ ഫോർ ഇലക്ട്രോണിക് ഐറ്റംസ് അറ്റ് ഹോം. ഈ വീട്ടിൽ നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം. ദ പ്രോഡക്റ്റ് പർച്ചേസ്ഡ് ഹാഡ് ദ ക്വാളിറ്റി അപ്രോപ്രിയേറ്റ് ഫോർ ഇറ്റ്സ് പ്രൈസ്. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗുണമേന്മയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം.
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബൈ കംപ്ലീറ്റിംഗ് ദ വർക്ക്ഷീറ്റ് ഹാവിൻ ബി റിയലൈസ്ഡ് വാട്ട് ഹോൾ തിങ്സ് ഹാഡ് ടു ബി നോട്ടീസ്ഡ് ആസ് എ കൺസ്യൂമർ. അപ്പോൾ ഇത് ഈ വർക്ക്ഷീറ്റ് പൂരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ആസ് എ കൺസ്യൂമർ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇഫ് ദ റൈറ്റ്സ് ആർ ഡിനൈഡ് ടു ദ കസ്റ്റമർ വൺ ക്യാൻ അപ്രോച്ച് കൺസേൺഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് കൺസ്യൂമർ കോർട്സ്. ഈ അവകാശങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കോഡ്സ് എക്സിസ്റ്റ് അറ്റ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ. അപ്പോൾ ഈ കൺസ്യൂമറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആ ഡിസ്പ്യൂട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കോടതികളൊക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അതേപോലെ സ്റ്റേറ്റിലും നാഷണൽ ലെവലിലും ഉണ്ട്. സ്ട്രിക്റ്റ് ലോസ് ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആർ നീഡഡ് ടു പ്രിവെൻറ്റ് കൺസ്യൂമേഴ്സ് ഫ്രം ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. അപ്പോൾ നമ്മൾ ചൂഷണം ചെയ്യുന്നത് തടയാനായിട്ട് ശക്തമായ നിയമങ്ങളൊക്കെ ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഇൻ 1986. ഇമ്പോർട്ടൻ്റ് ആണ്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. Prepare a poster as a part of observing Consumer Day and displaying at the class level and school level. അപ്പം നിങ്ങൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പോസ്റ്ററൊക്കെ തയ്യാറാക്കാം. സേവിങ്സ്, ക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്, സെലിബ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് പീപ്പിൾസ് ലീവ്സ്. അപ്പം നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗുഡ്സും സർവീസസ് ഒക്കെ വേണം. They are produced using natural resources, human labor and technology. ഇതൊക്കെ പ്രകൃതി വിഭവങ്ങളും അതേപോലെ മനുഷ്യൻ്റെ അധ്വാനവും അതിനെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. Factors such as production, surplus production, exchange system, and the impact of technology and market growth influence economic progress. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ എന്താണ്, നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ സർപ്ലസ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് സിസ്റ്റം, ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി, മാർക്കറ്റ് ഗ്രോത്ത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് ആണ്. ദ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടർ മേക്സ് ദ എക്കണോമിക് ഡൈനാമിക്. അപ്പോൾ നമ്മുടെ പ്രൈമറി സെക്ടറും അതേപോലെ സെക്കൻഡറി സെക്ടറും അതേപോലെ ടെറിട്ടറി സെക്ടറും, ഈ 3 സെക്ടറും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് കൺസംഷൻ? Consumption is the act of buying and using goods and services to meet human needs. Who is consumer? A consumer is a person who buys and uses goods and services for a price. According to Gandhiji, why is the customer important? According to Gandhiji, the customer is the purpose of our work and business existing because of consumers. What are some problems faced by consumers? Consumers face ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? Consumers face problems like adulteration, wrong measurement and low quality goods. What rights do consumers have? Consumersന് എന്തൊക്കെ റൈറ്റ് ആണുള്ളത്? Consumers have the right to safety, right to be informed, right to choose, right to be heard, right to seek redressal and right to consumer education. പിന്നെ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആരും മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.